അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ഇന്ന് നമ്മുടെ സമുദായത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളൊരു സംഭവമാണ് ലഹരി എന്നത്. ലഹരി എന്നത് ഇപ്പോൾ നമ്മുടെ ഇടയിൽ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും എല്ലാം ലഹരി ഉപയോഗിക്കുന്ന ആൾക്ക് കുറച്ചൊരു ഉന്നത പദവി ലഭിക്കുന്നത് പോലെയാണ്. അത്രത്തോളം ലഹരി ഇന്ന് നമ്മുടെ സമുദായത്തെ കവർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ലഹരി നുണയുന്ന ബാല്യങ്ങൾ എന്നതിനെക്കുറിച്ചാണ്. ഇന്ന് കുട്ടികളിൽ വരെ ലഹരിയുടെ സാന്നിധ്യം എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ പൂക്കൾ പോലെ നിഷ്കളങ്കമായിരുന്ന ബാല്യങ്ങൾ ഇന്ന് ലഹരിയുടെ ഇരുട്ടറകളിലേക്ക് ഇറങ്ങി പോവുകയാണ്. നമ്മുടെ ചെറുപ്പക്കാരുടെ കയ്യിൽ പുസ്തകങ്ങൾ കാണേണ്ടയിടത്ത് ഇന്ന് വേപ്പിംഗ് മെഷീനുകളും മറ്റു സിഗരറ്റുകളുമെല്ലാമാണ് ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നാം പ്രതിഷേധിക്കേണ്ടതുണ്ട്. ഈ ലഹരി എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ ലഹരി? ലഹരി എന്നത് മനുഷ്യനെ തൻ്റെ സ്വാഭാവിക ബുദ്ധിയിൽ നിന്നും സ്വാഭാവിക നിയന്ത്രണങ്ങളിൽ നിന്നും വലിച്ചെറിയപ്പെടുന്ന ഏത് വസ്തുവിനും നമുക്ക് ലഹരി എന്ന് പറയാം. അത് മദ്യം, മറ്റു ചാരായം, അല്ലെങ്കിൽ ഇപ്പോൾ വളരെയധികം പ്രചാരത്തിലുള്ള വേപ്പിംഗ് മെഷീനുകൾ, ഈ സിഗരറ്റുകൾ, അതായത് ഇലക്ട്രോണിക് സിഗരറ്റുകൾ തുടങ്ങിയവയെല്ലാം ലഹരിക്ക് വളരെ വലിയ ഉദാഹരണങ്ങളാണ്. എന്നാൽ ഇവ മാത്രമല്ല ലഹരി എന്നത്. ലഹരി എന്നതിൽ ഫോൺ അഡിക്റ്റുകൾ പോലത്തവയ്ക്ക് വളരെയധികം വലിയ പങ്കുണ്ട്. നമുക്കറിയാം, നാം പല വാർത്തകളിലും കേൾക്കാറുള്ളതാണ്, 5ാം ക്ലാസ്സുകാരൻ പബ്ജി കളിച്ച് അല്ലെങ്കിൽ ഫ്രീ ഫയർ കളിച്ച് അഡിക്റ്റ് ആവുകയാണ്. അവൻ്റെ സ്വന്തം കാര്യങ്ങൾ പോലും ഇപ്പോൾ നിർവഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പല വാർത്തകളും നാം ദൈനംദിനം കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. മറ്റൊരു ലഹരിയാണ് സെക്ച്വലി ആയിട്ടുള്ള ലഹരികൾ. ഇന്ന് പല യൂണിവേഴ്സിറ്റികളിലും മറ്റു പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഈ ലഹരി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നാം നമ്മുടെ കുട്ടികളെ വലിയ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നത സ്ഥാപനങ്ങളിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്കെല്ലാം പറഞ്ഞയക്കുന്നു. എന്നാൽ നമ്മൾ അറിയുന്നില്ല അവർ അവിടുന്ന് പഠിക്കുകയാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുകയാണോ എന്ന് നാം ചോദിച്ചറിയുന്നില്ല. ഇങ്ങനെയുള്ള പല അബ്യൂസുകളും മറ്റു പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് എന്നതാണ്. എന്നാൽ ഇതിലേക്കെല്ലാം ചെന്നുപെടാൻ നമുക്ക് ലഹരി ഉപയോഗിക്കുന്ന ഒരാളായാൽ മതി. അതായത് മദ്യം അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്ക് ഈ മറ്റു ലഹരികളിലേക്കെല്ലാം ചെന്നുപെടാൻ വലിയ പ്രയാസമുള്ള ഒരു കാര്യമല്ല. ഇപ്പോഴത്തെ പുതിയ കണക്ക് പരിശോധിക്കുമ്പോൾ 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള വിദ്യാർത്ഥികളിൽ വരെ ഇന്ന് ലഹരിയുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചു വരികയാണ്. എന്നാൽ പണ്ട് കാലത്ത് 40ഉം 60ഉം വയസ്സുള്ളവരിൽ മാത്രമുണ്ടായിരുന്ന ലഹരി ഇന്ന് വിദ്യാർത്ഥികളിൽ വരെ എത്തുകയാണെന്ന കാര്യം നമ്മളെ വളരെയധികം വേദനാജനകമാക്കുന്ന ഒരു കാര്യമാണ്. പണ്ടുള്ളവർ ഉപയോഗിച്ചിരുന്നത് വെറും മദ്യം മാത്രമായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയിലേക്ക് നാം നോക്കുമ്പോൾ MDMA പോലുള്ള വളരെയധികം മാരകമായ ലഹരി പദാർത്ഥങ്ങൾ അടങ്ങുന്ന സംഭവങ്ങളാണ് ഇന്ന് നമ്മുടെ വിദ്യാർത്ഥികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാൽ തന്നെ ഇതിനെതിരെ നാം പ്രതിഷേധിക്കണം, ഇതിനെതിരെ നാം ശബ്ദിക്കണം. നമുക്ക് പ്രതിഷേധം ഏത് രൂപത്തിലുമാക്കാം. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് ഇൻസ്റ്റഗ്രാമിലൊക്കെ വളരെയധികം തരംഗമായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ കാസറ്റ് എന്ന ഒരു ചാനൽ. അദ്ദേഹം അതിലൂടെ ബോംബെയിലുള്ള പല ലഹരി മാഫിയകളെക്കുറിച്ചും വ്യക്തമായി വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതുപോലെയൊന്നും ആകാൻ സാധിച്ചില്ലെങ്കിലും അതിൻ്റെ അങ്ങനെയെങ്കിലും ആകാൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ കഴിയണം.
അത് എഴുത്തിലൂടെയാവട്ടെ അല്ലെങ്കിൽ സംസാരത്തിലൂടെയാകാം, നമുക്കെങ്ങനെയാണോ കഴിയുന്നത് അങ്ങനെ നമ്മൾ ലഹരിക്കെതിരെ പ്രതിരോധിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.